ബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിന്റെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തിന് പിന്നാലെ അഭ്യൂഹങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ വിശദീകരണവുമായി ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആനന്ദബോസ് രാജിവെച്ചത് എന്നും പല ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയുടെ വിശദീകരണം. ആനന്ദബോസിനെ ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്നും രാഷ്ട്രപതിയുടെ പ്രതിനിധിയായ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ എന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിക്കുന്നു. നിലവിൽ തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയെ പുതിയ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിക്കാനാണ് തീരുമാനം. ആർ.എൻ. രവി ബംഗാൾ ഗവർണർ ആകുന്നതോടെ മണിപ്പൂർ ഗവർണർ എ.കെ. ബല്ലയ്ക്ക് തമിഴ്നാടിന്റെ അധിക ചുമതല നൽകിയേക്കും. നേരത്തെ ഗവർണറെ സമ്മർദ്ദത്തിലാക്കി രാജിവെപ്പിച്ചതാണ് എന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരുന്നു. രാജി ഞെട്ടിച്ചു എന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന കാര്യത്തിൽ അറിയില്ല എന്നും മമത ചൂണ്ടിക്കാട്ടി. സാഹചര്യം വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഷ്ട്രീയ താൽപര്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നും ഗവർണർക്ക് സമ്മർദ്ദമുണ്ടായാൽ അതിൽ അതിശയിക്കാനില്ല എന്നും മമതാ ബാനർജി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റി നിയമിച്ചിരിക്കുകയാണ്. പശ്ചിമബംഗാൾ ഗവർണർ സി.വി. ആനന്ദബോസിന്റെ രാജി അംഗീകരിച്ചതിന് പിന്നാലെയാണ് പുതുതായി ഗവർണർമാരെ മാറ്റി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ഇറക്കിയത്. ആനന്ദബോസിന് പകരമായി തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയെ പശ്ചിമ ബംഗാൾ ഗവർണറായി നിയമിച്ചു. ആർ.എൻ. രവിക്ക് പകരം തമിഴ്നാട് ഗവർണറിന്റെ അധിക ചുമതല കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറിന് നൽകി. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും ബീഹാർ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റി. റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദ ഹസൈനാണ് പുതിയ ബീഹാർ ഗവർണർ. പുതിയ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറായി തരൺജിത് സിംഗ് സന്ധുവിനെ നിയമിച്ചു. ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായും തെലങ്കാന ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയെ മഹാരാഷ്ട്ര ഗവർണറായും നന്ദിഷോർ യാദവിനെ നാഗാലാൻഡ് ഗവർണറായും നിയമിച്ചു. രാജിവെച്ച ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്തയെ ഹിമാചൽ പ്രദേശ് ഗവർണറായി നിയമിച്ചു. ഹിമാചൽ പ്രദേശ് ഗവർണറായിരുന്ന ശിവപ്രതാപ് ശുക്ലയെ പുതിയ തെലങ്കാന ഗവർണറായും നിയമിച്ചു. രാജിവെച്ച ആനന്ദബോസിന് പുതിയ ചുമതലകളൊന്നും ഇതുവരെയും നൽകിയിട്ടില്ല.